വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് തലയിൽ മുറിവുമായി എത്തിയ കുട്ടിക്ക് മൊബൈൽ വെളിച്ചത്തിൽ തുന്നൽ ഇട്ടെന്ന വിവാദത്തിൽ വിശദീകരണവുമായി നഗരസഭയും ആശുപത്രി അധികൃതരും രംഗത്തെത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിയിലെ വൈദ്യുതി വിതരണ പ്രധാന ബോർഡിന്റെ പാനൽ തകരാർ മൂലം വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുകയും തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയായിരുന്നുവെന്നും തുടർന്ന് തകരാർ കണ്ടുപിടിച്ച ആശുപത്രി ഇലക്ട്രീഷ്യൻ വിഭാഗം വലിയ രീതിയിലുള്ള തകരാർ ആയതിനാൽ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തിന്റെ സേവനം ആവശ്യപ്പെടുകയും തുടർന്ന് എറണാകുളത്തു നിന്നും സ്പെഷ്യൽ സ്പാർട്സ് വരുത്തി വൈകിട്ട് 7:30 പാനൽ റിപ്പയർ ചെയ്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ആയിരുന്നുവെന്നും ഇലക്ട്രീഷ്യന്മാർ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി ഷോക്ക് ഏൽക്കാതിരിക്കാൻ സുരക്ഷയുടെ ഭാഗമായി ഇടയ്ക്കിടെ ജനറേറ്റർ ഓഫാക്കേണ്ടി വന്നതാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ ഇടയായത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. സംഭവം മനസ്സിലാകാതെ വന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഡീസലിന്റെ കുറവ് മൂലം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന ഒരു അഭ്യൂഹം പരക്കാൻ കാരണമായതെന്നും അധികൃതർ വ്യക്തമാക്കി. തലമുറിഞ്ഞു വന്ന കുട്ടിയുടെ മുറിവിന്റെ ചുറ്റുമുള്ള തലമുടി നീക്കം ചെയ്യുക മാത്രമാണ് മൊബൈൽ വെളിച്ചത്തിൽ ചെയ്തതെന്നും അത്യാഹിത വിഭാഗത്തിന്റെ സമീപത്തെ പ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുവന്നാണ് തുന്നലിട്ടതെന്നും അധികൃതർ പറഞ്ഞു. ഈ വാർത്തകളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡീസൽ ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഈ വാർത്തകളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ സൂച്ചർ അല്ലെങ്കിൽ തുന്നലിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ രണ്ടിലും വലിയൊരു ഫാക്ച്വൽ എററുകൾ ഉണ്ട്. ഈ പറഞ്ഞ ഇന്നലെ, അതായത് ഫെബ്രുവരി 1 KSEB മെയിൻ്റനൻസിൻ്റെ ഭാഗമായി രാവിലെ 9 മുതൽ 2:30 വരെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. അതിന് ശേഷമാണ് വൈദ്യുതി ബന്ധം നമുക്കിവിടെ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഈ രാവിലെ ഈ വിച്ഛേദിച്ച സമയത്ത് ആസ്പത്രിയുടെ ജനറേറ്ററിലാണ് നമ്മുടെ ഈ ആസ്പത്രിയുടെ ലോഡ് കണക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ KSEBയിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ PWD ഇലക്ട്രിക്കൽ വിങ്ങുമായിട്ട് പ്രസ്തുത വിവരം ധരിപ്പിക്കുകയും AMC കഴിഞ്ഞതുകൊണ്ട് ഈ ടെക്നിക്കൽ കമ്പനിയുമായി അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ഏജൻസിയുമായി നേരിട്ട് ബന്ധപ്പെടാനും സ്പെയറുകൾ അവരിൽ നിന്നും ലഭ്യമാക്കി ഈ റിപ്പയർ നടത്താനാണ് നിർദ്ദേശിച്ചത്. അപ്പം ഈ നമ്മുടെ വാർത്തകളിലൊക്കെ പറയുന്നത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നൊരു പരാതി പോലെ പറയപ്പെടുന്നുണ്ട്. അതിനൊരു കാരണം ഈ പാനൽ ബോർഡിനാണ് കംപ്ലൈൻറ്റ് വന്നത്, പാനൽ ബോർഡിലെ ചേഞ്ചിങ് റിലേ. അപ്പം ഈ സമയത്ത് നമുക്ക് ഈ റിലേ പരിശോധിക്കാനോ പാനൽ ബോർഡ് പരിശോധിക്കാനോ ചെയ്യണമെങ്കിൽ ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചിട്ടേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ പരിശോധിക്കുന്ന സമയത്ത് KSEBയുടെ ലൈനോ അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്ററിൻ്റെ ലൈനോ നമ്മുടെ ഹോസ്പിറ്റൽ ലോഡുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി അസാധ്യമാണ്. അത് മാനദണ്ഡങ്ങൾക്ക് എതിരുമാണ്. മാത്രവുമല്ല ഇതിൽ ജോലി ചെയ്യുന്ന ഈ ജീവനക്കാർ അല്ലെ ടെക്നീഷ്യൻ്റെ ജീവന് തന്നെ വളരെയധികം അപകടകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് 2 സമയങ്ങളായി ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കേണ്ടതായിട്ട് വന്നത്. അല്ലാതെ ഇന്ധനക്ഷാമോ അത്തരം ഇതുകൊണ്ട് ഒന്നുമല്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇന്ധനങ്ങളുണ്ട്. അത് മാത്രവുമല്ല നമ്മൾ ഈ അഡീഷണൽ റിക്വയർമെൻറ്റ് കണ്ട് ഇന്ധനം കൂടുതൽ സംഭരിക്കുക പോലും ചെയ്തിരുന്നു. ഇതാണ് എനിക്കൊരു ആമുഖം എന്നുള്ള രീതിയിൽ പറയാൻ. അത് നമ്മൾ ഡോക്ടറാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂപ്രണ്ടാണേലും അതിന് ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പ് ഭംഗിയായിട്ട് നടത്താൻ വളരെയധികം പ്രയത്നിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടെ. തീർച്ചയായും ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അത് അരമണിക്കൂർ നേരത്തേക്കുള്ള ഒരു വിഷയമാണ് ഇവിടെ നടന്നത്. പക്ഷെ അതിനെ ഇങ്ങനെ മാറ്റി പുതിയ രീതിയിലേക്ക് അത് കൊണ്ടുവന്നതാണ് ഇവിടെ മാധ്യമങ്ങൾ, അതുകൂടാതെ എല്ലായിടത്തും നമ്മുടെ വാട്സപ്പ് ഉൾപ്പെടെയുള്ളതിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുകയാണെങ്കിൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി വാർഡുകളിലേക്ക് മെഴുകുതിരിയും എമർജൻസി ലൈറ്റും UPSൽ നിന്നും അത്യാവശ്യം ബൾബുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നും അധികൃതർ പറഞ്ഞു. അതേസമയം സംഭവം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ വൈക്കത്ത് പറഞ്ഞു. അലൈറ്റ് ന്യൂസ്, വൈക്കം.